ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയുടെയും നന്ദയുടെയും ഗൗതത്തിൻ്റെയും കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. വന്ന് പിങ്കിയെ ആർക്കും ഇഷ്ടമല്ല. പിങ്കി മങ്കിയായി എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പിങ്കി മാതിരി പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിലും ഇനിയിപ്പം നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിലാണെങ്കിലും നന്ദയുടെ ആ ഒരു ക്യൂട്ട്നെസ്സൊക്കെ, നന്ദയ്ക്ക് വലിയ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാലും നന്ദയുടെ ആ ക്യൂട്ട്നെസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. നന്ദയുടെ ആ സംസാരം, നന്ദയുടെ കുറുമ്പൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല നന്ദയുടെ ഭാഗത്താണ് ഈ ന്യായം മൊത്തം. അപ്പോൾ പിന്നെ നമ്മുടെ പിങ്കി കിടന്ന് എത്ര കളിച്ചാലും ആരും പിങ്കിയെ സ്നേഹിക്കുകയോ ഇല്ല, പിങ്കിക്ക് സപ്പോർട്ട് ചെയ്തോ ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ബാക്കി എല്ലാവരും നഖശിഖാന്തം എതിർക്കുകയാണ്. പറ്റില്ല, നന്ദ ടൂറിന് പോകാൻ സമ്മതിക്കില്ല എന്ന് ഗൗതം ഒഴിച്ച് ബാക്കി ഗൗതമും ലക്ഷ്മി അമ്മയെ ഒഴിച്ച്, ലക്ഷ്മി അതായത് ഗൗതത്തിൻ്റെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാവരും നന്ദ പോട്ടെ, നന്ദയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, എക്സ്റ്റേണൽ മാർക്കിൻ്റെ കാര്യമല്ലേ, പോട്ടെ എന്നൊക്കെ അവരൊക്കെ പറഞ്ഞപ്പോഴും മഹേശ്വറും നരിതടി ഇല്ലായിരുന്നു. എവിടെ പോയാൽ എന്തോ എന്തായാലും അതോടെ തന്നെ കാണാമായിരുന്നു. കുറേയധികം കഥകളിയും രൂപങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുള്ളിക്കാരി ഇരുന്ന് പറയുന്ന കേൾക്കാമായിരുന്നു. എന്തായാലും മഹേശ്വറും ഈ പറഞ്ഞ മാതിരി ഇല്ലില്ലില്ല പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹേശ്വർ ഉറഞ്ഞു തുള്ളുന്ന മാതിരിയാണ് മഹേശ്വരനൊന്നും സംസാരിച്ചത്. ഒരു കാരണവശാലും പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അവസാനം പിങ്കിയുടെ വാക്കെന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു വാക്കാണ്. കാരണം പിങ്കി ആ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് കെട്ടിക്കേറി വന്ന പെണ്ണ്, അതായത് എല്ലാവരുടെ ഇഷ്ടത്തോടു കൂടി നിലവിളക്കെടുത്ത് സ്വീകരിച്ച് നമ്മുടെ അരുന്ധതി അമ്മായിയുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും ഇഷ്ടം. ഈ അരുണും പവിത്ര ആ ഒരു രീതിയിലല്ല, പവിത്രയും സ്നേഹിച്ച് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവിത്രയോട് വലിയ മൈൻഡൊന്നുമില്ല. പക്ഷേ പിങ്കിക്ക് അവിടെ ആ ഒരു വിലയുണ്ട്. പിന്നെ പിങ്കിക്ക് കുറേ സ്വത്തുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു വിലയും പിങ്കിക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നന്ദയോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ നന്ദയോടുള്ള ഇഷ്ടക്കേട് പിങ്കിയോടുള്ള ഇഷ്ടമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും പിങ്കിയുടെ വാക്കിന് ഇത്ര വില കൊടുക്കുന്നത്. അങ്ങനെ പിങ്കിയുടെ ആ വാക്കിൻ്റെ ആ ഒരു പുറത്തും ഒക്കെ ഇവർ വിടാമെന്നുള്ള രീതിയിൽ സമ്മതിക്കുക. പക്ഷേ ഓർത്തോണം, എപ്പോഴും ഇത് പിങ്കിയുടെ ഒരു ഔദാര്യമാണ് എന്ന് ഓർത്തോണം എന്ന് മഹേശ്വരൻ ഇങ്ങനെ പറയും. അതൊക്കെ ഇപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് കടി വരുന്നുണ്ട് കേട്ടോ. പിങ്കീനെ ഇപ്പോൾ അമ്മിക്കല്ലേലിട്ട് അരച്ച് നന്ദയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നന്ദ വലിച്ചു കുടിക്കും. അത്രയ്ക്ക് കലിപ്പുണ്ട് നന്ദയ്ക്ക് പിങ്കിയോട്. കാരണം ഇമ്മാതിരി ചൊറിയണ സ്വഭാവമായിട്ട് വന്നു കഴിയുമ്പോഴേക്കും തൻ്റെ ഗൗതം സാറിനെ തട്ടിയെടുക്കാനായിട്ട് പിങ്കി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അപ്പോൾ ഒരിക്കലും പിങ്കിക്ക് അത് നന്ദയ്ക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല അവർ തമ്മിലുള്ള ഒരു ഇഷ്ടമൊക്കെ പതുക്കെ ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മോൾഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദ. ആ സമയത്താണ് ഈ പിങ്കി അടക്കി വന്നിട്ട് കയറിയിട്ട് ക്ലാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ പിങ്കിയും നന്ദയും തമ്മിലിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നന്ദ തൻ്റെ റൂമിലേക്ക് ഇങ്ങനെ കയറി പോണ വഴിക്ക് പിങ്കി തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തുണി മടക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ റൂമിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് പിങ്കിയും നന്ദയും തമ്മിലൊരു കൂട്ടിമുട്ടൽ. അപ്പോൾ നന്ദ പറഞ്ഞു, അപ്പോൾ നിനക്കെന്തായാലും സന്തോഷമായില്ലേ എന്ന് പിങ്കി നന്ദയോട് ചോദിക്കുക. നിനക്ക് സന്തോഷമായില്ലേ, നിനക്ക് ടൂറിന് പോകാൻ എക്സ്റ്റേണൽ മാർക്ക് കിട്ടും, നിനക്ക് നിൻ്റെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂറിന് പോകാൻ പറ്റുന്നുണ്ടല്ലോ, എന്തായാലും എൻ്റെ ആ ഒരു വാക്കിൻ പുറത്താണ് നിനക്ക് കിട്ടും, നിനക്ക് സന്തോഷമായില്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും നന്ദ പറഞ്ഞു, നിൻ്റെ വാക്കിൻ പുറത്തൊക്കെ തന്നെയാണ് കിട്ടിയത്, പക്ഷേ നീ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേരെ. എന്തായാലും നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും നീ എന്തിനാണ് എന്നെ സപ്പോർട്ട് ചെയ്തതെന്നും എന്നെ കണ്ണിന് കാണാൻ പാടില്ലാത്ത നീ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എന്നെ പഠിക്കാനായിട്ട് എനിക്ക് മാർക്ക് കിട്ടാനായിട്ടുള്ള ആ ഒരു ഇതൊക്കെ എന്തിനാണ് നീ വെച്ചതെന്നൊക്കെ നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം. ഈ 2 ദിവസം നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കൂട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ 2 ദിവസവും നിൻ്റെ മനസ്സിലിരിപ്പം നടക്കാൻ പോകുന്നില്ല. കാരണം ആ പഴയ ഗൗതം സാറല്ല ഇപ്പോൾ, നന്ദയുടെ ഭർത്താവായ ഗൗതം സാറാണ്. അതുകൊണ്ട് നിൻ്റെ മനസ്സിലിരിപ്പം ഒന്നും നടക്കത്തില്ല. എൻ്റെ ഗൗതം സാറിന് എനിക്ക് വിശ്വാസമാണ് എന്ന് നന്ദ ഇങ്ങനെ പറയാം. നിൻ്റെ ഗൗതം സാറിന് നിനക്ക് വിശ്വാസമായിട്ടാണോ ഗൗതം സാർ ഇന്ന് രാവിലെ നീ എൻ്റെ എനിക്ക് തന്ന വാക്ക് തെറ്റിക്കാവോ, അല്ലെങ്കിൽ ആ വാക്ക് തെറ്റിച്ചു, അല്ലെങ്കിൽ ആ വാക്ക് ഇനി നിലനിൽക്കില്ല എന്ന് പറയാൻ പറഞ്ഞിട്ട് നിൻ്റെ ഗൗതം സാർ പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു നമ്മുടെ നന്ദയെ അവിടെ അടിച്ചിരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് പിങ്കി പറഞ്ഞു, എന്തായാലും നീ ഈ പോകുന്ന 2 ദിവസം മാത്രമല്ല ഗൗതമിനെ എനിക്ക് സ്വന്തമായിട്ട് കിട്ടാൻ പോകുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നീ നിൻ്റെ MBBS പഠനമൊക്കെ കഴിഞ്ഞിട്ട് നീ ഗൗതമത്തിൻ്റെ ജീവിതത്തിന് പോവുമല്ലോ. അതിനുശേഷവും ഞാനും ഗൗതവും ഒരുമിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ ജീവിക്കും, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ. അന്ന് ഒരു അതിഥിയെ പോലെ നീ ഇടയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, ഒരു അതിഥിയെ പോലെ മാത്രം.
എന്തായാലും നിന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് അന്നും ഞാൻ ഇതുപോലെ നിനക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഗൗതം, നിന്നെ കൊണ്ട് ഞാൻ സാധിച്ചു തന്നോളാം എന്നൊക്കെ പിങ്കി ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേക്കും നന്ദക്ക് കലി വരുന്നുണ്ട്. നന്ദ ചാടിത്തുള്ളി. പിങ്കി ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ. എന്താ ചാടിത്തുള്ളി ദേഷ്യത്തോട് കൂടിയിട്ട് എന്നും പറഞ്ഞിട്ട് മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ഗൗതം ഉണ്ട്. എന്ത് പറ്റി നന്ദ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഉണ്ടല്ലോ, ആ പിങ്കിനെ വല്ല കേസിലും പെടുത്തി അകത്തിടാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അതെന്താ ഇപ്പോൾ പിങ്കിനെ കേസിൽപ്പെടുത്തി അകത്തിടുന്നത്? അങ്ങനെ ചുമ്മാ കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്താ, അല്ല പോലീസുകാർക്കൊക്കെ അങ്ങനെയൊക്കെ കേസ് എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കെതിരെ നടപടി വരത്തില്ലേ. എന്നാലും പിങ്കിനെ വല്ല കുത്തുകേസിലും പെടുത്തി അകത്ത് കിട്ടണം, കുറച്ച് ദിവസം പിങ്കി അകത്ത് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണോ, എന്നാൽ അങ്ങനെ ചെയ്യാം, പിന്നെ എന്തൊക്കെയാണ് പിങ്കി ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിനെ തലകുത്തി നിർത്തണം, ചാട്ട കൊണ്ടടിക്കണം, ലാത്തി കൊണ്ടടിക്കണം, ഇങ്ങനെ ഓരോ കാര്യം പറയാം. അപ്പോൾ അത് ഇച്ചിരി കൂടി പോയില്ലേ. നന്ദി ചോദിച്ചു ഇച്ചിരി കൂടി പോയില്ലേ, അത് വേണ്ട. എന്നാൽ എന്തായാലും ജയിലിൽ കിടത്തിയാൽ മതി. ജയിലിൽ കിടത്തി കുറച്ച് ദിവസം ജയിലിൽ കിടന്നു കഴിയുമ്പോൾ തന്നെ അവളുടെ ഈ ഇതൊക്കെ അങ്ങ് മാറിക്കോളും, കുശുമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദ. അപ്പോഴേക്കും ഗൗതം ചോദിച്ചു, അല്ല നിൻ്റെ ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് സത്യത്തിൽ കുശുമ്പ് നിനക്കാണോ അതോ പിങ്കിക്കാണോ? അയ്യോ പിങ്കിനെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, ഞാൻ പോണില്ല, ഒരു ടൂറിന് ഞാൻ പോകുന്നില്ല. പിങ്കിയെ എന്തിനാണെന്നറിയാമോ ടൂറിന് പൊക്കോളാൻ എന്നോട് പറഞ്ഞത്? എന്താ വിചാരിച്ചത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിട്ടാണ്? എന്നോട് ഒരു സ്നേഹം ഉണ്ടായിട്ടോ അല്ല പിങ്കി ടൂറിന് പൊക്കോളാൻ പറഞ്ഞത്. പിങ്കി ഒക്കെ ഗൗതം സാറിൻ്റെ പിങ്കിക്ക് സ്വന്തമായിട്ട് ആ 2 ദിവസത്തിന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഗൗതം സാറിന് അത് സന്തോഷമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ. അപ്പോഴേക്കും അങ്ങനെ ഒന്നുമില്ല, എന്തായാലും പിങ്കി എത്രത്തോളം ആകുമെന്നും ഞാൻ എന്താണ് എന്നും എനിക്കറിയാം, പിന്നെ നീ എന്നൊക്കെ എന്താ വിശ്വാസമില്ല എന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. എനിക്ക് ഗൗതം സാറിനെ വിശ്വാസം, പക്ഷേ പിങ്കി എനിക്ക് ഒരു വിശ്വാസമല്ല. പിങ്കി എന്തെങ്കിലുമൊക്കെ ട്രിക്ക് കാണിക്കും, ഗൗതം സാറിന് അത് മനസ്സിലാകത്തുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയോട് അവസാനം പറഞ്ഞ് നമ്മുടെ ഗൗതം സമ്മതിപ്പിക്കുകയാണ്. നീ പോയിട്ട് വാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നിൻ്റെ ഗൗതം സാറ് ഇവിടെ തന്നെ ഉണ്ടാകും, ഒരു പിങ്കിയുടെ വല വീഴത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രോമിസൊക്കെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്നാൽ ശരി ഞാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം പോകാനായിട്ട് റെഡിയാവുക. അപ്പോഴേക്കും പോകാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി നന്ദയും ഗൗതമൊക്കെ ഇറങ്ങുന്ന സമയത്ത് പിങ്കിയും വന്നു. പിങ്കി വന്നിട്ട് ഇവളുടെ ബാഗ് പിടിച്ചെടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ നന്ദ പറഞ്ഞു വേണ്ട, എൻ്റെ ബാഗ് ഞാൻ പിടിച്ചോളാം എന്നിങ്ങനെ പറയാം. അതിൽ നിൻ്റെ ബാഗ് നീ പിടിച്ചോ, എന്തായാലും ഓൾ ദി ബെസ്റ്റ് നന്ദ, നിൻ്റെ ഈ എക്സ്റ്റേണൽ മാർക്കിനുള്ള സ്റ്റഡി ടൂർ ഉണ്ടല്ലോ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പോയിട്ട് വാട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വലിയ അഭിനയവും നമ്മുടെ പിങ്കി കാഴ്ചവെക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും യാത്ര ചോദിച്ച് നന്ദ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പിങ്കി നന്ദയ്ക്ക് ബാഗൊക്കെ എടുത്ത് കൊടുത്ത് എന്നാൽ പോടി. അപ്പോഴേക്കും പിങ്കിക്ക് നന്ദയ്ക്കറിയാം തൻ്റെ ഗൗതം സാറ് എങ്ങോട്ടും പോവില്ല എന്നൊക്കെ നന്ദയ്ക്കറിയാം. നന്ദ ആ ഒരു വിശ്വാസത്തിൽ ഗൗതം സാറിനോട് കണ്ണൊക്കെ കാണിച്ചിട്ട് എന്തായാലും നന്ദ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നന്ദ പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ദിവസം അപ്പോൾ ഇവൻ ഡ്യൂട്ടിക്ക് പോവാണ്. നന്ദ പോകാനായിട്ട് ഇറങ്ങി. അപ്പം നന്ദയും പിങ്കിയും കൂടെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പിങ്കി പറഞ്ഞു ഞാനും വരാം നന്ദയുടെ കൂടെ, നന്ദയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും വരാം. എനിക്ക് മാത്രമല്ല, എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവസാനം ഈ പിങ്കി എന്ത് ചെയ്യും, ഇവരുടെ കൂടെ അവസാനം കയറി പോവുകയാണ് കേട്ടോ. നന്ദയ്ക്ക് ആ കരി വന്ന് തിരിച്ചു വരുമ്പോഴത്തേനും ഗൗതം സാറിൻ്റെ കൂട്ടത്തിലല്ലേ വരേണ്ടത്. തിരിച്ച് വരുമ്പോൾ ഈ ഗൗതമിൻ്റെ ഇപ്പോൾ നന്ദയ്ക്ക് കുറച്ച് വയ്യായികയൊക്കെ ഈ നന്ദയല്ല പിങ്കി കുറച്ച് വയ്യായികയൊക്കെ അഭിനയിക്കുകയും ഗൗതമിലേക്ക് കൂടുതൽ ചേർന്നിരിക്കാനും ഗൗതത്തിനെ ആ ഒരു പേടിപ്പിക്കാനും ഒക്കെ, അതായത് ഇവൾക്ക് അപ്പോൾ വയ്യാമത്താകുമ്പോൾ കുറച്ചുകൂടെ താങ്ങി നിർത്തണമല്ലോ, ആ ഒരു രീതിയിലൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അല്ലു സ്റ്റോറി സ്റ്റാർസിൽ ഞാൻ കഥകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത കഥയായിട്ട് കാണാം. നിങ്ങളുടെ പത്തരമായിട്ടുള്ള 90 ഡേ ആദർശിൻ്റെ കഥയായിട്ട് വരുന്നുണ്ട്. കാത്തിരിക്കുക, നാളത്തെ കഥ കാത്തിരിക്കുക. സി ഓക്കെ, താങ്ക് യു.